चलो 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 ആസ്ഥാനത്ത് പാർട്ടി അംഗത്വം സ്വീകരിച്ച ശ്രീമതി പത്മജ വേണുഗോപാലിനെ ആദരപൂർവം BJP കേരള ഘടകത്തിലേക്ക് ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. കേരളം ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരന്റെ മകളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീ പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ ആകർഷകയായി ചേർന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായിട്ടുള്ള KG മാരാർ ഭവനിൽ നടക്കുന്ന ആദ്യത്തെ ഔപചാരികമായിട്ടുള്ള പത്രസമ്മേളനമാണ് ഇന്നത്തെ. ഈ ദിവസം തന്നെ ശ്രീമതി പത്മജ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് അവർക്കിവിടെ സ്വീകരണം നൽകാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ശ്രീ KG മാരാരുടെ നാമധേയത്തിലാണ് ഈ ആസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. ലീഡർ K. കരുണാകരനും KG മാരാറും വളരെ അടുത്ത ബന്ധുക്കളായിരുന്നു എന്നുള്ളതും യാദൃശ്ചികമാവാം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി പത്മജ വേണുഗോപാലിന് എല്ലാ ആദരവും ബഹുമാനവും നൽകി പാർട്ടി കേരളത്തിലേക്ക് പ്രവർത്തനത്തിന് ഞങ്ങളുടെ ടീമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നലെ ദേശീയ അധ്യക്ഷനെ കണ്ട് അനുഗ്രഹങ്ങൾ തേടിയാണ് അവർ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും അവരുടെ നിലപാടുകളെ, ഭാവിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ശേഷിയും അവരുടെ സമയവും പൂർണ്ണമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള എല്ലാ അവസരങ്ങളും സംസ്ഥാന BJPയിൽ ഉണ്ടാവും എന്നാദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പാർട്ടി എത്രമാത്രം അസഹിഷ്ണുതയോടുകൂടിയാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള പ്രവേശത്തെ അവർ കണ്ടതെന്നുള്ളത് നാം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് വനിതാ ദിനമാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും മാന്യമായി, ഏറ്റവും ഉദാത്തമായ രീതിയിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകയായിട്ടുള്ള
ഒരു വനിതയോട് എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചത്. കോൺഗ്രസിലെ ചില സാമൂഹ്യ വിരുദ്ധർ അവർക്കെതിരെ ഉപയോഗിച്ച പരാമർശങ്ങൾ സത്യത്തിൽ ശ്രീ കെ കരുണാകരനെതിരെയുള്ള പരാമർശം, ശ്രീ കെ കരുണാകരനെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തി. എന്നാൽ ദുഃഖകരമായിട്ടുള്ള കാര്യം ശ്രീ കെ മുരളീധരൻ പോലും ആ കാര്യത്തിൽ അപലപിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് പ്രത്യേകിച്ച് കാണേണ്ടതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. PCC അധ്യക്ഷൻ തന്നെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത് നാം കണ്ടതാണ്. ഏത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് നാം കണ്ടതാണ്. എനിക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. ശ്രീമതി പത്മജ വേണുഗോപാലിനോട് നിങ്ങൾ കഴിഞ്ഞ കോൺഗ്രസിന്റെ കാലത്ത് പെരുമാറിയതുപോലെ ഇനിയും പെരുമാറാൻ തയ്യാറായി മുന്നോട്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ ചേർന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്, ശ്രീ നരേന്ദ്രമോദിയുടെ പാർട്ടിയിലാണ്. സ്ത്രീകൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാവിധത്തിലുള്ള മാന്യതയും എല്ലാവിധത്തിലുള്ള അവസരങ്ങളും നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അവർ ചേർന്നിരിക്കുന്നത്. അത്തരം അശ്ലീലമായ വാക്കുകൾ, അപമര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം കോൺഗ്രസ് നേതൃത്വം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസിന്റെ വലിയ പാരമ്പര്യമുള്ള കസേരയിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് എത്രമാത്രം കേരളത്തിൽ അവരുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 2 മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ പ്രിയപ്പെട്ട മക്കൾ BJPയിൽ ചേർന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ AK ആന്റണിയുടെ മകൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുത്തത്. ഇന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃ പദവിയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ JP നഡ്ഡയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തിലും കേന്ദ്രത്തിന്റെ പാർട്ടിയിലും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെയാണ് ശ്രീ കെ കരുണാകരന്റെ മകളും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. കെ കരുണാകരന്റെ മകൾ എന്നുള്ള നിലയിൽ മാത്രമായി ആരും കണക്കാക്കേണ്ടതില്ല. അവർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നിരവധി പദവികൾ അവർ കോൺഗ്രസിൽ വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ എല്ലാ ഉന്നതാധികാര സമിതികളിലും അവർ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ ശയ്യാവസ്ഥയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് 17 വർഷക്കാലം ശ്രീ കെ കരുണാകരന്റെ ഒരു നിഴലായി വിമർശിക്കുന്നവരെല്ലാവരും വിട്ടുപോയപ്പോഴും ശ്രീ കെ കരുണാകരനോടൊപ്പം ഉറച്ചു നിന്ന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. ഞാൻ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിലേക്ക് അവരെ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ആമുഖം അവസാനിക്കും.